ഹലോ നമസ്കാരമുണ്ട്, ഞാൻ സൈദു ആണ്. പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ വയനാട് ബാനാസുര ഡാമിനടുത്തുള്ള ഒരു ലക്ഷറി റിസോർട്ട്സിലാണ് കേട്ടോ, മൗണ്ടെയിൻ ഷാഡോ റിസോർട്ട്. കൽപ്പറ്റയിൽ നിന്നും 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൗണ്ടെയിൻ ഷാഡോ റിസോർട്ട്സിൽ എത്താൻ പറ്റും. രണ്ട് കിലോമീറ്ററോളം ഓഫ് റോഡ് നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് റിസോർട്ട്സിലെത്തുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാനാസുര മലനിരകളുടെ നടുവിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. ഇതൊരു 5 സ്റ്റാർ കാറ്റഗറി അല്ലെങ്കിൽ പോലും വയനാട്ടിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലക്ഷറി റിസോർട്ട്സ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ടേജിൽ ഇത് എത്തിയിരിക്കുകയാണ്. ആ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു കിടിലൻ ഓഫ് റോഡ് ആയിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് കോട്ടേജുകളും ഒരുപാട് ആക്ടിവിറ്റീസും ഇൻഫിനിറ്റി പൂളും ഒക്കെ വരുന്ന ഒരു അടിപൊളി ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. ഫ്രണ്ടേജിൽ തന്നെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് റിസോർട്ട്സിലേക്ക് പോകാനായിട്ട് ഇവിടെ ഒരു ഇലക്ട്രിക് വണ്ടി ഉണ്ട്. അതിലാണ് നമ്മൾ റിസോർട്ട്സിലെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുക. അപ്പോൾ ഇനി സമയം കളയുന്നില്ല, നമുക്ക് മൗണ്ടെയിൻ ഷാഡോ റിസോർട്ട്സിൻ്റെ എൻട്രൻസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിക്ക് ചെയ്യാനായിട്ട് ഇവരൊരു വണ്ടി, ഇലക്ട്രിക് വണ്ടി ഉണ്ട്. അപ്പോൾ നമുക്കിനി റിസപ്ഷനിലേക്ക് പോവാം. വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ പുറയിൽ കാണുന്ന ഈ ഒരു ഇൻഫിനിറ്റി പൂൾ കേട്ടോ, വളരെ വിശാലമായിട്ടുള്ള ഒരു ഇൻഫിനിറ്റി പൂള്. അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കാണുന്ന ആ ഒരു ബാനാസുര ഡാമിൻ്റെ ഒരു വ്യൂ ആണ്. അതിമനോഹരമാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പൂള്. ഇവിടെ പൂളിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 to 7 o'clock ആണ് പൂളിൻ്റെ ടൈമിംഗ് വരുന്നത്. ജാക്കുസി വില്ല, പ്രൈവറ്റ് പൂൾ വില്ല, അങ്ങനെ ലേക്ക് വ്യൂ, അങ്ങനെ 40ഓളം കോട്ടേജുകളാണ് ഈ റിസോർട്ട്സിലുള്ളത് കേട്ടോ. ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇവിടെ വന്ന് നമ്മൾ സ്റ്റേ ചെയ്ത് ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഇവിടെ നല്ലൊരു മൾട്ടി കസിൻ റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ യോഗ സെൻറ്ററും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ കോട്ടേജുകളും അതുപോലെ തന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ പരിചയപ്പെടാനുണ്ട്. ഞങ്ങൾ വളരെ എക്സൈറ്റ്മെൻ്റ് ആണ്. ഏകദേശം ഒരു 360 ഡിഗ്രിയിലാണ് ഈ ഒരു റിസോർട്ട്സ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലൈമറ്റിനൊരു പ്രത്യേക ഒരു വൈബും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പം നമുക്ക് ഡാമൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ചില സമയത്ത് ഇവിടെ ഫോഗൊക്കെ ആയിട്ട് നമുക്ക് ഡാം കാണാനൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നല്ലൊരു ക്ലൈമറ്റാണ്, വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലൈമറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി കോട്ടേജിലേക്ക് പോവുകയാണ്. നമുക്കിനി റൂമിൽ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ബാക്കി ഇവിടുത്തെ റിസോർട്ട്സിൻ്റെ മൊത്തത്തിലുള്ള ആംബിയൻസും റൂംസിൻ്റെ ഫെസിലിറ്റിയൊക്കെ നമുക്ക് കാണാം. നമുക്ക് കീ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇനി റൂമിൽ ചെന്നൊന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്കിനി റൂം ചെക്ക് ഇൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു ബ്രോ. ചെറിയ നമുക്ക് റൂംസിലായിട്ട് ചെറിയ മിനി ഫ്രീസർ വരുന്നു, ഫ്രിഡ്ജ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു കോംപ്ലിമെന്ററി ആയിട്ട് റൂംസിൽ ഗസ്റ്റുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് പൂളിന്റെ ഒരു കോട്ടേജിന്റെ ആ ഒരു ബാൽക്കണി വ്യൂ ആണ്, വളരെ മനോഹരമാണ് ഈ ഒരു ബാൽക്കണി വ്യൂ. ഇവിടെ വുഡ് കൊണ്ടാണ് അതിന്റെ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല, സൂപ്പർ. നമ്മൾ ബാനാസുര ഡാം ഇത്ര മനോഹരമായിട്ട് ഇത്ര അടുത്ത് ഇത്രയും റിയൽ ആയിട്ട് എൻജോയ് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ്. ബാനാസുര ഡാമിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷേ ഇത്രത്തോളം മനോഹരമാണ് ബാനാസുര എന്ന് നമ്മുടെ വയനാട് ജില്ലയിലെ നമുക്ക് ഈ ഒരു കോട്ടേജിൽ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നല്ല ക്ലൈമറ്റ് കേട്ടോ, ഭയങ്കര ക്ലൈമറ്റും. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു റിസോർട്ട്സിൽ വരുന്നതും കാണുന്നതും. ഇങ്ങനെ ഒരു പ്രൈവറ്റ് പൂളിലൊക്കെ സ്റ്റേ ചെയ്തിട്ട് എൻജോയ് ചെയ്യുന്നതൊക്കെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ്. എന്തായാലും
ഭയങ്കര സന്തോഷം. നമുക്ക് ഈ ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നുന്നു. നമുക്ക് നമ്മുടെ തിരക്ക് പിടിച്ച നമ്മുടെ ഈ ലൈഫിൽ നിന്നും ഒന്ന് മാറി നിന്ന് റിലാക്സ് ചെയ്ത് നമ്മളുടെ മൈൻഡൊക്കെ ഒന്ന് റീസെറ്റാക്കി തിരിച്ചു പോകാൻ പറ്റുന്ന, ഒന്ന് റീഫ്രഷ്മെൻറ്റ് ചെയ്ത് നല്ല ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ലക്ഷറി റിസോർട്ട്സ്, അതിന് ഒരു സംശയമില്ല കേട്ടോ നമ്മുടെ മൗണ്ടൈൻ ഷാഡോ. അപ്പോൾ നമ്മൾ ഇനി ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. നമ്മൾ എടുത്തിട്ടുണ്ടായത് ഇവിടുത്തെ പ്രൈവറ്റ് പൂൾ വില്ലയാണ്. പ്രൈവറ്റ് പൂൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി നല്ല പോലെ ഒന്ന് റീഫ്രഷ്മെൻ്റ് ആയിട്ട്, നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു, ഒരു രക്ഷയില്ല. ഞങ്ങളൊരു അരമണിക്കൂർ ഏകദേശം പൂളിൽ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. നല്ല റിലാക്സ്ഡ് ആയി. ഇപ്പം നമ്മളെ സ്കിന്നാണെങ്കിലും മൈൻഡ് ആണെങ്കിലും നല്ല പോലെ റിലാക്സ് ആയിട്ടുണ്ട്. ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഒക്കെ അവർ കോംപ്ലിമെൻ്ററി റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ വന്നിരുന്നതാണ്, പ്രത്യേകിച്ച് വൈകുന്നേരത്ത് നല്ല വൈബായിരിക്കും. രാത്രി വൈകുന്നേരം മോർണിംഗിലായിരിക്കും നമുക്ക് ഈ ശരിക്കും ഈ ബാണാസുര ഡാമിൻ്റെ ആ ഒരു നാച്ചുറാലിറ്റി റിയൽ ആയിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അടിപൊളിയാണ്. ഇവിടെ കുറെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 സ്പീഡ് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 2 സൈഡും മലകളാണല്ലോ. അപ്പോൾ ഒരു സൈഡിലാണെങ്കിൽ വെയിലും ഒരു സൈഡിൽ തണുപ്പും. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വെതർ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു റിസോർട്സിന് മൗണ്ടൈൻ ഷാഡോ എന്ന പേരിടാനുള്ള ഒരു റീസൺ. അതായത് മൗണ്ടൈൻ ഷാഡോ, ഒരു സ്ഥലത്ത് ഭയങ്കര മല, ഒരു സ്ഥലത്ത് ഭയങ്കര ഷാഡോ, വെയിലും, അതായത് വെതർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പിന്നെ നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് ആണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമുക്കൊരു ഒരു ഡിസ്റ്റർബൻസ് ഇല്ല. പിന്നെ ഇവർ ഈവനിങ്ങിലാണെന്നുണ്ടെങ്കിൽ നിറയെ അനിമൽസ് ഒക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞു. നമുക്ക് കാട്ടാനകളും അതുപോലെ മാനുകൾ, കാട്ടുപോത്തൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ബാണാസുരയിലേക്ക് ഇറങ്ങുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റും. അപ്പൊ നമ്മൾ എന്തായാലും ഫ്രഷപ്പ് ആയിട്ടുണ്ട്. നമുക്കിനി ലഞ്ച് കഴിക്കണം. ഇവിടെ ഒരു മൾട്ടി കസിൻ റെസ്റ്റോറന്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടുത്തെ ജാക്കോസി വില്ല, ലേക്ക് വ്യൂ കോട്ടേജ് എല്ലാം ഇനി കാണണം. പിന്നെ കുറച്ച് ഇൻഡോർ ഗെയിംസുകളൊക്കെ ഉണ്ട് ഇവിടെ, നമുക്കതൊക്കെ കാണാം. അപ്പം നല്ല കുറച്ച് വെയിലാണ് ഇപ്പം, കാരണം 2 മണി ടൈമിംഗ് ആണ് ഇപ്പോൾ, അതുകൊണ്ട് ചെറിയൊരു വെയിലുണ്ട് ഇപ്പോൾ. പിന്നെ കാറ്റടിക്കുന്നത് കൊണ്ട് നമുക്ക് ആ വെയിൽ എഫക്റ്റ് ചെയ്യില്ല കേട്ടോ. നല്ല ഡാമിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ വെയിലിൻ്റെ ഒരു എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഇവിടുന്ന് കറക്റ്റ് ഫ്രണ്ടേജ് കിട്ടും. അപ്പം നമ്മൾ ഇപ്പോൾ ഇവരൊരു മൾട്ടി കസിൻ റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടി, ഇപ്പം നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ചിക്കൻ ബിരിയാണി. അപ്പോൾ ബിരിയാണി അസല് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർഷൻ തന്നെ 2 പേർക്ക് കഴിക്കാം. അപ്പോൾ കണ്ടിട്ടൊരു സ്പൈസി ബിരിയാണിയാണ്, ഒരു ഹൈദരാബാദി സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല. ചിക്കൻ പീസൊക്കെ ലെഗ് പീസാണ്, നല്ല ക്വാണ്ടിറ്റി.
കുറച്ചായിട്ട് നമ്മൾ റിലാക്സ്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ ഒരു ജാക്കൂസി വില്ല, അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ലേക്ക് വ്യൂ കോട്ടേജുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കോട്ടേജ് ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ വണ്ടി ഇവിടെ പോലെ അതിങ്ങനെ തിരിച്ചു വരുമോ? ഫ്രണ്ട് ഓഫീസ്. ഓക്കെ, അപ്പോൾ അമൽ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ലേക്ക് വ്യൂ, നമ്മൾ പ്രൈവറ്റ് പൂളാണ് കണ്ടിട്ടുണ്ടായിരുന്നത്, നമുക്ക് ഇനി ഇവിടുത്തെ ലേക്ക് വ്യൂ കാണാം, അതുപോലെ തന്നെ ജാക്കൂസി വില്ല അല്ലേ. ഓക്കെ, ടോട്ടലി 40 റൂംസ് ആണ് വരുന്നത്. 41 റൂംസ് വരുന്നുണ്ടല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ ലേക്ക് വ്യൂ ആണോ വരുന്നത്? ലേക്ക് വ്യൂ ആണ് കൂടുതൽ വരുന്നത്. കൂടുതലില്ല, പിന്നെ ജാക്കൂസി, പിന്നെ ഒരു ഡബിൾ റൂം വരും. ഡബിൾ റൂം 2 ഫാമിലിക്ക്. ഓക്കെ സാർ, ഒന്നിച്ച് തന്നെ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഒരു ലേക്ക് വ്യൂ കാണാം. ഇവിടെ കുറച്ചുകൂടെ നല്ല വ്യൂ ആണല്ലോ. ഡാമിനോട് വളരെ അടുത്തായിട്ട് ഫീൽ ചെയ്യുന്ന റൂംസ് ആണ്. നല്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. റൂമിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് AC ഒന്നും ഓണാക്കാതെ പോലും നമുക്ക് നല്ലൊരു കൂളിംഗ് കിട്ടുന്നുണ്ട്. എനിവേ, നമുക്ക് ഇവരെ ബാൽക്കണി ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ലേക്ക് വ്യൂ കോട്ടേജ് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇവിടെ ലേക്ക് വ്യൂ കോട്ടേജ് ആണ് വരുന്നത്. ടോട്ടൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 42 റൂംസുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ബാൽക്കണിക്ക് അടിപൊളിയാണ്. ഇവിടെ ആണെങ്കിൽ സിറ്റിംഗ് ഉണ്ട്. ലേക്ക് വ്യൂ കോട്ടേജ് കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ജാക്കൂസി കോട്ടേജ് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇവരെ ജാക്കൂസി കോട്ടേജ് ആണ്. നമുക്കൊന്ന് കാണാം. പറഞ്ഞു, ഇത് വളരെ ഡിഫറെൻ്റ് ആട്ടോ. നമ്മൾ നേരത്തെ കണ്ട കോട്ടേജുകളിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ആയാലും. കണ്ടല്ലോ, നമ്മൾ നേരത്തെ കണ്ട കോട്ടേജിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ് ഈ ഒരു ബെഡ്റൂംസ് വരുന്നത്. നല്ല അടിപൊളി ഒരു സെറ്റിങ്സ് ആണ്. ജാക്കൂസിന്റെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. മാട്രസ് ഒക്കെ ഇവരിങ്ങനെ സിമ്പിൾ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. കാരണം റീസൺ ഉണ്ട്. ഇവിടെ ഒരു 4 days ഒരു മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളും, ടോട്ടലി റിസോർട്ട്സിന്റെ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ റൂംസിൽ കയറിയപ്പം ഒരു റൂംസിൽ ഇപ്പൊ ഗസ്റ്റ് ഇല്ല, ഞങ്ങൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളാണ്. അപ്പൊ ഈ മാസം 9-ാം തീയതി വരെ തോന്നുന്നു അല്ലെ ഇവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ റൂംസ് മൊത്തത്തിൽ നല്ല ക്ലീൻഡ് ആട്ടോ. നല്ല റൂംസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല സ്പേസ് ഉണ്ട് ഈ ഒരു ജാക്കൂസി വില്ലയില്. ഇതിന്റെ തന്നെ നല്ല വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. പിന്നെ ഓരോ റൂംസും എടുത്ത് പറയേണ്ട കാര്യമില്ല. എല്ലാ വ്യൂസിലും ഈ ഒരു ലേക്ക് വ്യൂ വളരെ മനോഹരമായിട്ട് നമുക്ക് റിയൽ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ റൂംസ് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള റൂംസ് ആണ്. അപ്പൊ നമ്മളിപ്പോ മൗണ്ടൈൻ ഷാഡോയിലെ ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറി റൂംസും കണ്ടു. ഇനി ഇവിടെ കുറച്ച് ഇൻഡോർ ഗെയിംസുകളൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് ജാക്കൂസി കോട്ടേജിന്റെ ബാൽക്കണി ഉണ്ട്. ബാൽക്കണി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇതാണ് ജാക്കൂസി കോട്ടേജിന്റെ ഒരു ബാൽക്കണി കേട്ടോ. എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്, സെയിം വ്യൂ കാര്യങ്ങളാണ് വരുന്നത്. താഴെ എന്തെങ്കിലും ഗെയിംസ് ഉണ്ടോ? ഇൻഡോർ
നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ട് വരുന്നുണ്ട്. ഇവിടെ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഫുട്ബോൾ ഗ്രൗണ്ട്, പിന്നെ നമുക്കൊരു ചെറിയ ടീ ഷോപ്പ് പോലെ വൈകുന്നേരത്തെ ടീ കോഫി ഷോപ്പ് ഉണ്ട്. അത് കോമൺ ആയിട്ട്. ഓക്കെ, ഇവിടെ റെസ്റ്റോറന്റ് കൂടാണ്ട് തന്നെ ഈ ഫുട്ബോൾ സെക്ഷൻ ഉണ്ട്. ഫുട്ബോളിന്റെ ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ട്. ബാസ്കറ്റ് ബോൾ കളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു കോഫി ഷോപ്പ്, ഇപ്പൊ ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു റിലാക്സ് ചെയ്യാനും ഒന്ന് റീഫ്രഷ്മെന്റ് ചെയ്യാനും പറ്റിയ ഒരു കോഫി ഷോപ്സ് ഒക്കെ ഉണ്ട്. ഇന്നത് ഓപ്പൺ അല്ല. ഓപ്പൺ ആയിട്ടില്ല. ഇപ്പൊ ഇന്ന് ഗസ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് അവര് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് ചെന്നാലും അതൊന്ന് കാണാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സൈക്ലിംഗ് കോട്ടേജ് കണ്ടു, ലേക്ക് വ്യൂ കോട്ടേജ് കണ്ടു. അങ്ങനെ ടോട്ടൽ 42ഓളം കോട്ടേജുകളാണ് നമ്മുടെ മൗണ്ടൻ ഷാഡോയിൽ വരുന്നത്. അപ്പൊ ശരിക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പ്രൈവറ്റ് പൂളിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മോർണിംഗ് വന്നു. ഇപ്പൊ നമ്മളൊരു ഈവനിങ്ങിൽ ഒരു 5 o'clock നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് റിസോർട്സുകൾ ഈ അടുത്ത് നമ്മൾ വയനാട്ടിലും ഒക്കെ ആയിട്ട്, വാഗമൺ, മൂന്നാറിൽ ഒക്കെ, ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ലക്ഷറി റിസോർട്ടിൽ പോകുന്നതും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നല്ലൊരു അടിപൊളിയാണ്. നമ്മൾ ഈ തിരക്ക് പിടിച്ച് നമ്മുടെ ഈ ലൈഫിൽ നിന്നൊക്കെ മാറി നമ്മൾ ശരിക്കും ഇതുപോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് നമ്മൾ എൻജോയ് ചെയ്യുക. നമുക്ക് തിരിച്ചു പോകുമ്പോൾ ശരിക്കും വളരെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് ആയിരിക്കും ഇവിടുന്ന് കിട്ടുക. അപ്പോൾ എന്തായാലും മൗണ്ടൻ ഷാഡോ റിസോർട്ട് വയനാട്ടിലെ തന്നെ നമ്പർ 1 ലക്ഷറിയസ് റിസോർട്ട്സാണ് നമ്മൾക്ക് പരിചയപ്പെടുത്തിയത്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് സൈക്ലിങ്ങും അതുപോലെ തന്നെ കുറച്ച് ഇൻഡോർ ഗെയിംസുകളും കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ജസ്റ്റ് തിരിച്ച് നാട്ടിലേക്ക്. My sleepless nights, feel it closing in. No holding back, it's dark, wrong in my right mind. Surely I'm convinced. Oh, we've been here before. I'm our soul. ഇൻഡോർ ഗെയിംസിന്റെ ഒരു ഏരിയ വരുന്നത് കേട്ടോ. അടിപൊളി ഒരു അറേഞ്ച്മെന്റ്സ് ആണ്. ഭയങ്കര സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ഓൾമോസ്റ്റ് എല്ലാ ഗെയിംസുകളും ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ കുട്ടികൾക്ക് സ്പെഷ്യൽ ആയിട്ട് തന്നെ ഒരു സെക്ഷനാണ് അത് കാണുന്നത്. പിന്നെ ഇനി ഇവിടെ ഇനി നമ്മൾ താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് സ്പോർട്സ് ഏരിയ, ഇത് കൂടാതെ വേറെയും വരുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. പിന്നെ സൈക്ലിങ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ ലൈബ്രറി ഉണ്ടോ, റീഡിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു സെക്ഷനാണ്. പിന്നെ ഇവിടെ ചെസ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ബാൽക്കണി വ്യൂ അടിപൊളിയാണ്. അപ്പം വെയിലായതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും നമ്മൾ, പക്ഷേ ഈവനിങ്ങിൽ അടിപൊളിയായിരിക്കും. ഒരു ടീ ഷോപ്പാണ് കേട്ടോ. റിസോർട്സിന്റെ ഉള്ളിൽ തന്നെയാണ് ഇത്. ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു ടർഫ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഫുട്ബോൾ ഉണ്ട്, അതുപോലെ തന്നെ ബാസ്കറ്റ് ബോൾ ഉണ്ട്. അതിനുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട്. ടീ ഷോപ്പ് ഇന്ന് തുറന്നിട്ടില്ല, ഇന്ന് ഓപ്പൺ അല്ല. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു 4 ദിവസം ചെറിയൊരു മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഇവിടെ ഇപ്പം ഗസ്റ്റുകളൊന്നുമില്ല. ഇന്ന് ഫുൾ ഗസ്റ്റുകളില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ സ്റ്റാഫുകളുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി ഈ സൈക്ലിങ്ങിൽ ഇവിടുത്തെ ഏരിയ ഒന്ന് ചുറ്റും കറങ്ങി നടന്ന് കാണുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു എക്സസൈസും കൂടിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് റിസോർട്സിന് ചുറ്റുപാട് നമുക്ക് ഇതേപോലെ സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഒത്തിരി സൈക്കിളും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നല്ല വെറൈറ്റി ചായകളൊക്കെ കിട്ടുന്നതാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ ഇന്ന് ആളില്ല. നാടൻ ഒരു ചായക്കടയുടെ സ്റ്റൈലിലാണത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളങ്ങനെ മൗണ്ടൻ ഷാഡോ അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് തിരിച്ചു പോവുകയാണ്. നമ്മളൊരു 5:30ക്കാണ് ചെക്കൗട്ട് ചെയ്ത്. ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്തു. പൂൾ വില്ല എൻജോയ് ചെയ്തു. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വയനാട്ടിൽ നിങ്ങളൊരു ലക്ഷറി റിസോർട്ട്സ് ഒക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല കിടിലൻ വ്യൂവിൽ, നല്ല മൗണ്ടൻ വ്യൂവിൽ, നല്ല ഇൻഫിനിറ്റി പൂളോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ലക്ഷറി റിസോർട്ട്സ് തന്നെയാണ് നമ്മുടെ മൗണ്ടൻ ഷാഡോ.
അപ്പോൾ ഇവിടെ ബുക്കിങ്ങിനും എൻക്വയറീസിനും വേണ്ടിയിട്ട് ഞാൻ ഇവരെ കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ വീഡിയോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് റിസോർട്ടിൽ തന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. നല്ല അടിപൊളി ഒരു ഡേ ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയാം. അപ്പോൾ തിരിച്ചിവിടെ ഇവരെ വണ്ടിയിൽ തന്നെ നമ്മൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് വരികയാണ്. നമ്മൾ വണ്ടി ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ട്. ഇതാ അപ്പോൾ എന്തായാലും പൊളിയായിരുന്നു. ഇത് ഇവർ പാർക്കിംഗ് ഏരിയ കേട്ടോ, ഇവിടെ 2 സൈഡിലും പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മൗണ്ടൻ ഷാഡോ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ 5:30 ആകുമ്പം തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വയനാട്ടിലെ ഒരു അടിപൊളി ലക്ഷറി റിസോർട്ട് തന്നെയാണ് നമ്മുടെ മൗണ്ടൻ ഷാഡോ റിസോർട്ട്. ഇപ്പോൾ നമ്മളിവിടുത്തെ പ്രൈവറ്റ് പൂളും അതുപോലെ തന്നെ കുറച്ച് ഇൻഡോർ ഗെയിംസുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു, പൂള് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വയനാട്ടിലൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഒരു ലക്ഷറി പ്രോപ്പർട്ടി സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പ്രൈവസിയിലൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രോപ്പർട്ടി തന്നെയാണ് നമ്മുടെ മൗണ്ടൻ ഷാഡോ പടിഞ്ഞാറത്തറ. ബാണാസുര ഡാമിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂവിൽ നമുക്ക് വളരെ മനോഹരമായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, ഫാമിലിയോടൊപ്പം അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഇൻഫിനിറ്റി പൂളും പ്രൈവറ്റ് പൂള് ജാക്കുസി വില്ലൊക്കെ ഉള്ള 42ഓളം കോട്ടേജുകളുള്ള വയനാട്ടിലെ ഏറ്റവും ബെസ്റ്റ് ലക്ഷറി റിസോർട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്, മൗണ്ടൻ ഷാഡോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ്, അങ്ങനെയല്ല, ആദ്യമായിട്ടാണ് ഒരു ലക്ഷറി റിസോർട്ട്സിൽ സ്റ്റേ ചെയ്യുന്നതും പ്രൈവറ്റ് പൂളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും. എന്തായാലും അടിപൊളിയായിരുന്നു, ഒരു പുതിയ അനുഭവമായിരുന്നു ഈ ഒരു റിസോർട്ട്. അപ്പോൾ തീർച്ചയായിട്ടും മൗണ്ടൻ ഷാഡോയിലെ റൂംസിൻ്റെ എൻക്വയറീസും ബുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ എൻ്റെ വീഡിയോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ബിഗ് താങ്ക്സ് അറിയിക്കുകയാണ്. നമ്മുടെ ചാനൽ ഒരു 17K സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ട്രാവൽ വ്ലോഗുമായിട്ട് ഞാൻ വരും. നിങ്ങളെ സ്വന്തം സൈതു, ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സൈതു.